ഖിബില മാറ്റിയപ്പോൾ അത് മദീനയിലാണ്. അതുകൊണ്ട് മക്കിയത്തും മദനിയത്തുമാണ് ഫാത്തിഹ. എല്ലാ സൂറത്തും ഒന്നിരിക്കൽ മക്കിയത്താണ് അല്ലെങ്കിൽ മദനിയത്താണ്. ഫാത്തിഹ മക്കിയ വ മദനിയ. തഫ്സീർ നസഫി എടുത്തു നോക്കിയാൽ ഫാത്തിഹയുടെ വ്യാഖ്യാനത്തിൽ കാണാം. ഒന്നും കാസിമി തോന്നിയാരെ പറയാന്ന് വിചാരിക്കരുത്, ഒക്കെ ഞാൻ രേഖയോട് കൂടെ പറയാണ്. ഉൻസിലത്തിൽ നബി മറത്തൈനി ഫബകാ അലൈഹാ ഇബ്ലീസ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫാത്തിഹ കാര്യമായി ഓതുക. ലാ അയ്യു വലിലി ലം തഹ്സല്ലഹു ലാ തഹ്സല്ലഹുൽ വിലായ ഇല്ലാ ബികസറത്തിൽ ഫാത്തിഹ. വലിയാണെങ്കിലും ഫാത്തിഹ പെരിപ്പിക്കാതെ വലിയാവൂല. ഈ ഉമ്മത്തിന്റെ മിഫ്താഹു തഖർറുബി ഇലല്ലാഹി അൽ ഫാത്തിഹ. ഈ ഉമ്മത്തിന് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം ഫാത്തിഹ പെരിപ്പിക്കലാണ്. ഏത് വലിയാണെങ്കിലും ലാ തഹ്സല്ലഹുൽ വിലായ ഇല്ലാ ബികസറത്തിൽ വലിയാകാൻ കഴിയുകയില്ല. ഏറ്റവും വലിയ കാര്യമാണ് ഫാത്തിഹ. ഫാത്തിഹ പ്രത്യേകിച്ച് പറയൂല. പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് 3, ഫലക്ക് 3, നാസ് 3. എന്നാ ഉറങ്ങുന്ന നേരത്തെ അങ്ങനെയല്ല. ഒരു ഖുൽ ഹുവല്ലാഹു അഹദ്, ഒരു ഫലക്ക്, ഒരു നാസ് ശരീരം കൊടുത്തുകൊണ്ട് തടയുക. സുമ്മ ജമഅ കഫൈ, പിന്നെ കൈയെ കൂട്ടിപ്പിടിക്കുക, പിന്നെ ഓടുക, പിന്നെ തടയുക, പിന്നെ കൈയെ കൂട്ടിപ്പിടിക്കുക, പിന്നെ ഓടുക, പിന്നെ തടയുക. പുണ്യനബിയുടെ രോഗം മൂർച്ഛിച്ചപ്പോൾ പുണ്യനബിക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാനാണ് പിന്നെ ഓടിയത്, ഞാനാണ് കയ്യിലേക്ക് ഓടിയത്. എന്നിട്ട് ആ കൈ കൊണ്ട് പുണ്യനബിയുടെ ശരീരത്തിൽ അവിടുത്തെ കൈയിലേക്ക് ഞാൻ ഓടി. എന്നിട്ട് അവിടുത്തെ കൈ കൊണ്ട് ഞാൻ തടഞ്ഞു. റജാ ബറകതിഹാ. അപ്പോൾ ഏത് പ്രയാസങ്ങളെ പരിഹരിക്കാനുള്ള മാത്രം സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്. അതിന്റെ മിഫ്താഹുകൾ 2ആണ്. ഒന്ന് ഇത്തരം ജാതി ശൈത്താന്റെ പ്രൊട്ടക്ഷനുള്ള മാർഗം സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്. അതിന്റെ 2 താക്കോലാണ്. ഒന്ന് ഫാത്തിഹയും ഒന്ന് ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ ഹുവല്ലാഹു അഹദ് മേലാണ് ഈ ഭൂമി അല്ലാഹു നിർത്തിയിട്ടുള്ളത്. ഖുൽ ഹുവല്ലാഹു അഹദിന്റെ പേര് സൂറത്തുൽ അസാസ്, അടിക്കല്ല്. സൂറത്തുൽ അസാസ്, അടിക്കല്ല്. ാണ് ആകാശഭൂമികൾ അല്ലാഹു അടിത്തറയിട്ടത്. പ്രപഞ്ചത്തിന്റെ ആകാശഭൂമിയുടെ അടിക്കല്ല് ഏതാണെന്ന് ഒരാൾ ചോദിച്ചാൽ ഉടനെ പറയാം ഖുൽ ഹുവല്ലാഹു അഹദാണ്. അതുപോലെയാണ് ഈ ഭൂമി നിലനിൽക്കുന്നത്, ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്, ആകെ നിലനിൽക്കുന്നത് ഖുൽ ഹുവല്ലാഹു അഹദ്. അത് തകർന്നാൽ പ്രപഞ്ചം തകരും. അത് തൗഹീദാണ്. തൗഹീദിന്റെ 2ആണ്. ഒന്ന് കലിമത്ത് തൗഹീദ്, ഒന്ന് സൂറത്ത് തൗഹീദ്. കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, സൂറത്ത് തൗഹീദ് ഖുൽ ഹുവല്ലാഹു അഹദ്. 2 ഒന്നാണ്. അലം തറ കൈഫ ലറബല്ലാഹു മതലൻ കലിമതൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വഫറുഹാ ഫിസ്സമാ. എന്ന് ഒന്ന് ഖുൽ ഹുവല്ലാഹു അഹദ്, കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, സൂറത്ത് തൗഹീദ് ഖുൽ ഹുവല്ലാഹു അഹദ്. 2ഉം പരസ്പര പൂരകമാണ്. അപ്പൊ പരിഹാരം അതൊക്കെയാണ്. അപ്പോഴാണ് മുഹമ്മദത്തേൻ ഇറങ്ങിയത് പുണ്യനബിയിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് ഞാൻ വിശദീകരിക്കുന്നില്ല. അമ്മാ അഹ്ലുസ് സുന്ന ഫഖദ് ജവ്വസു അൻ യഖ്ദറ സാഹിറു അലാ യതിറു ഫിൽ ഹവാ. ഒരാൾക്ക് വായുവിൽ കബരെ സിഹർ കൊണ്ട് കഴിയും. അതുകൊണ്ട് ഒരാൾ വായുവിൽ പറക്കണ കണ്ടാൽ പോലും ഔലിയാണെന്ന് വിചാരിക്കരുത്. ഔലിയ ബാപ്പയാണ്, വായിൽ പറക്കും. പറയണ്ട, സിഹർ കൊണ്ട് കഴിയും. ചില ശൈത്താന്മാരെ അണ്ടാദിച്ചാൽ അവർക്ക് വായുവിൽ പറക്കാൻ കഴിയും. അപ്പൊ വായുവിൽ പറക്കണ ആളെ കണ്ട് നിങ്ങൾ വഞ്ചിതനാകരുത്. പിന്നെയോ വെള്ളത്തിന്റെ പുറത്ത് കയറി യാത്ര ചെയ്യാൻ കഴിയും. നായകളെ അടിമപ്പെടുത്താൻ കഴിയും. സിംഹങ്ങളെ വരെ അടിപ്പെടുത്താൻ കഴിയും. പുലിപ്പുറത്ത് കയറി പോവുക. ഇന്നയാള് പുലിപ്പുറത്ത് കയറിയാണ് പോവാറുള്ളത്, യാത്ര വരിക എന്ന് വലിയ കാര്യമല്ല. അതൊക്കെ ഏത് സാഹിറിനും കഴിയുന്ന കാര്യമാകുന്നു. സിഹർ കൊണ്ട് കഴിയും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ശ്രദ്ധിക്കാം. മനുഷ്യന്റെ കഴുതയാക്കി കോലം മാറ്റി കാണിക്കാൻ സാഹിറിന് കഴിയും. കഴുതയെ തിരിച്ചിങ്ങോട്ടാക്കാൻ കഴിയും. ഒക്കെ കഴിയും. അങ്ങനെയൊക്കെ മാറ്റാൻ കാണിക്കാൻ കഴിയും. കുറച്ച് സമയം ഉണ്ടാവും, സമയം കഴിഞ്ഞാൽ മറ്റേ കഴിയോലോ. ചില പ്രത്യേക സാധനങ്ങൾ കഴിയും. ഉദാഹരണം പറയാ, അങ്ങാടി നമ്മളെ ചില പെർഫ്യൂമുകൾ വാങ്ങും.
നിസ്സാര പൈസക്കുള്ള പെർഫ്യൂം ഭയങ്കര രസമുണ്ടാവും. അത് ആദ്യം തേക്കുന്ന സമയത്ത് പിന്നെ അതിന്റെ വാസന കൊണ്ട് ഭാര്യ പോലും അടുത്തേക്ക് വരില്ല. കോലത്ത് ഇങ്ങോട്ട് പോകും. അത് കുറഞ്ഞ സമയത്ത് ഗ്യാരണ്ടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ അവരുടെ കോലമാവും. അങ്ങനെയും വരും. അതൊക്കെ അതിനെ കുറഞ്ഞ നേരത്തെ ഒരു ചില രസത്തിൽ നിലനിർത്താൻ കഴിയും. അത്രയൊക്കെ കഴിയും. അങ്ങനെയാണ്, അത്രേ കഴിയും. അതിന്റെ ഇടയൊക്കെ പെടുത്താൻ കഴിയും. ഹിമാറ എന്ന് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും. ചില വാക്കുകളും ചില മന്ത്രങ്ങളൊക്കെ അവർ ചെല്ലിയാൽ ചില കോലത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിയും എന്ന് ഞാൻ വിശദീകരിക്കണില്ല. അതിനെ ബാത്തിലാക്കാൻ കഴിയും എന്ന് മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്തപ്പോൾ റുസ്തും എന്ത് ചെയ്തു? ഒരു സ്വർണത്തിന്റെ തകിട് കൊടിയിൽ കെട്ടി ഖാദിസിയ യുദ്ധം. ആ കൊടി പിടിച്ചാൽ ഒരിക്കലും പരാജയപ്പെടുകയിൽ പലരോടും യുദ്ധം ചെയ്തപ്പോൾ പരാജയപ്പെടുത്തിയിട്ട് തകർത്ത് തരിപ്പണമാക്കി മടങ്ങിപ്പോന്ന സൈസ് ഒരു കൊടി ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ. ആരുടെ കയ്യിൽ? പേർഷ്യക്കാരുടെ കയ്യിൽ. ആ കൊടി പിടിച്ചിട്ടാണ് ഖാദിസിയയിലേക്ക് മുസ്ലിമീങ്ങളെ നേരിടാൻ വന്നത്. പക്ഷേ സഹാബികൾ ആ കൊടിയെ പിച്ചു ചിന്തി. നിങ്ങൾ ഇവിടെ ഉണ്ടാവോ? അവര് പറയുന്നുണ്ട് ഈ സംഭവം. താഴ്വ ഈ സംഭവം പറയുന്നുണ്ട്, വിശദീകരിക്കുന്നില്ല. ശുദ്രം കലർന്നൊരു തിൽസമാത്തതിലുള്ളതാ, പൊന്നിന്റെ തകിടിലുമാക്കി കൊടിയിൽ വെച്ചതാ. ഇത് തിൽസമാത്തിന്റെ അഹിലുകാർ നിർമ്മിച്ചതാ, എന്നിട്ടു ഭദ്രമിൽ രാജനും സൂക്ഷിച്ചതാ. കൊടിയിടു പിടിച്ചും കൊണ്ട് യുദ്ധം ചെയ്തവൻ വിജയത്തിലായി മടങ്ങേണമെന്നാ പിന്നവൻ. സൈന്യങ്ങളും ഓടാതെ തന്നെ നിൽക്കണം, ഇവയൊക്കെ ആ കൊടിക്കുള്ള കഴിവൻ ഓർക്കണം. ഇജാതി കൊടിയായിരുന്നു ആ കൊടി. ആ കൊടി പിടിച്ച് ഒരാൾ മുന്നിൽ നിന്നാൽ സൈന്യം ഒരിക്കലും ഓടൂല. അങ്ങനെയായിരുന്നു. അത്ര വലിയ സെഹറിന്റെ കൊടിയും പിടിച്ചിട്ടാണ് റുസ്തമിന്റെ പട്ടാളക്കാർ ഖാദിസിയയിൽ മുസ്ലിമീങ്ങളെ എതിരിടാൻ വന്നിട്ട് എന്തുണ്ടായത്? പാഞ്ഞ സ്ഥലം കണ്ടില്ല. കാരണം അള്ളാന്റെ ഖുർആനെ പരാജയപ്പെടുത്താൻ കഴിയാത്ത ഒരു സെഹറുമില്ല ഉമ്മത്ത് മുഹമ്മദേ. ഒരു പേടി പേടിക്കണ്ട. പിന്നെന്താ? ഏറ്റവും വലിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ സേർ ചെയ്ത ആളാണ് റുസ്തും, പേർഷ്യക്കാരനായ റുസ്തും ചക്രവർത്തി. ആർക്കെതിരെ? മുസ്ലിമീങ്ങൾക്കെതിരെ. നോക്ക്, ഏറെ പ്രസിദ്ധിയിൽ ഉള്ളതാ പല സമരവും, അതിലൊന്ന് തന്നെ ഖാദിസിയ യുദ്ധവും. സുബ്ഹാന റബ്ബി, എന്ത് വൻ പോരാട്ടമാ അസ്ഹാബികൾ സഹിച്ചെന്നതെന്തൊരു ത്യാഗമാ. അവർ കണ്ണുമുള്ളത് കൈമുടലീമാന. اللهم اجعلنا معهم اللهم اجعلنا معهم اللهم اجعلنا معهم يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. അവർ കണ്ണുമുള്ളത് കൈമുടലീമാന. പിന്നെന്ന് പറയാനുള്ളതാണ് യഖീന. രണാങ്കണത്തിൽ വന്നടാനിൽ കുന്ന് വീരൻ പരാക്രമശാലി മലറുന്ന്. പ്രസ്തുത അവൻ കയ്യിലാണിരിക്കുന്നത്, വിജയം തനിക്കാണെന്ന ഗമയാണുള്ളത്. അടുപ്പിന് ചൂടു പിടിച്ചു സമരമായി അസ്ഹാബികൾ ഇര കണ്ട സിംഹം പോലെയായി. ശത്രുക്കളെല്ലാം ഓട്ടമായി കൊടിക്കാരനും വീണെന്ന് കഴിവില്ലാതെ ഇരയായ ആളിനും. ആ കൊടിക്കാരനെയാണ് ആദ്യം കൊണ്ടത് അസ്ഹാബ് മുഹമ്മദ്. ധൈര്യത്തിലിരുന്നോളൂ, എന്ത് പേടിയാ. ശത്രുക്കളെല്ലാം ഓട്ടമായി കൊടിക്കാരനും വീണെന്ന് കഴിവില്ലാതെ ഇരയായി വാളിനും. സത്യം പുലർന്നപ്പോൾ സത്യം മാഞ്ഞതാ, ഖുർആൻ ശരീഫിൽ വ്യക്തമായി പറയുന്നതാ. ഫിറഔന്റെ ക്ഷുദ്രക്കാര് തോറ്റു സുജൂദിലായി, മൂസാ നബി വടി വിട്ട് ഹക്ക് പുലർന്നതായി. 61 നോക്ക് നിയത് ദായിറ, വിഷയം അതിൽ പറയുന്നതാണ് ബിലം തിറ. സെഹറിന്റെ ശല്യമിൽ നിന്ന് റബ്ബേ കാക്കണേ, കുരുക്കൊക്കെയും നീ മാറ്റി വിജയം നൽകണേ.
വലിയ ഒരു ചരിത്രമാണ്. ഖാദിസിയ യുദ്ധത്തിൽ റുസ്തുമിന്റെ പട്ടാളക്കാർ സെഹറിന്റെ കൊടി പിടിച്ച് സ്വഹാബികൾക്കെതിരെ വന്നു. തോറ്റു.